മണിക്കൂട്ടന് ഇതേപോലത്തെ ഒരു സിറ്റുവേഷനാണ് ലാലേട്ടൻ്റെ ടോക്കിന് ശേഷം സംഭവിച്ചത്. കാരണം ഈ പ്രേക്ഷകരുടെ സപ്പോർട്ട് അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ലാലേട്ടൻ സംസാരിക്കുന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ടുള്ളൊരു കാര്യം പരമാർത്ഥമാണ്. പക്ഷേ ചില സിറ്റുവേഷനിൽ പ്രേക്ഷകർ അറിയാത്ത കാര്യങ്ങളും ഇപ്പം കഴിഞ്ഞ ഇതിലിപ്പോൾ ഈ വന്നിട്ട് പല ഇതിലും പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം അല്ലെങ്കിൽ പ്രേക്ഷകർ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒട്ടും പറ്റുന്നില്ല. മണിക്കൂറിന് പഠിച്ചു മണി 18 നോക്കി ബിഗ് ബോസ് പിടിച്ചിരുത്താനായിട്ട് ഒരു രീതിയിലും പറ്റുന്നുണ്ടായിരുന്നില്ല. ബാക്ക് സൈഡ് കൂടെ ആൾ പുറത്തേക്ക് ഇറങ്ങി. ഡിംപിൾ ആ സമയത്ത് ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയി. സിബിൻ്റെ അതേ പാത്താണ് ഇപ്പോഴും നടക്കുന്നത്. കാരണം സിബിൻ ഒന്നാമത് ആര്യയായിട്ട് നല്ല ക്ലോസ് ആണ്. സോ ആര്യ പറഞ്ഞ അത്യാവശ്യം അവിടുത്തെ ബ്രേക്ക് ഡൗൺസും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ കളിയുടെ ഡോമിനേറ്റ് ചെയ്ത് നന്നായിട്ട് സംസാരിച്ച് നിൽക്കുന്ന നല്ല ആക്റ്റീവായിട്ടുള്ള പ്രൊമോയിൽ ഇയാൾ എന്ത് തേങ്ങ കാണിക്കാൻ പോണേന്ന് തോന്നലുണ്ടായിരുന്നെങ്കിലും പക്ഷെ അകത്ത് കയറിയതിന് ശേഷം സിബിൻ സംസാരിക്കുമ്പോൾ അത് ബാക്കി കണ്ടസ്റ്റൻസ് കേട്ട് നിൽക്കാനും അനുസരിക്കാനും ഉള്ള ഒരു പവറിലോട്ട് സിബിൻ എത്തിയായിരുന്നു. പക്ഷെ ലാലേട്ടൻ വന്നിട്ടുള്ള ഈ സംസാരത്തിൽ പ്രേക്ഷകരുടെ ഭാഗമാണ് സംസാരിക്കുന്നത്. അപ്പോൾ താൻ ഒന്നിനും കൊള്ളത്തില്ല, താൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഉൾട്ടായിട്ടാണ് പുറത്ത് പോയിരിക്കുന്നത് എന്നുള്ളൊരു നെഗറ്റീവ് അടിച്ച് കയറിയിട്ട് എനിക്ക് മെൻ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്, പുറത്ത് എനിക്കൊരു ലൈഫ് ഉണ്ട്, അത് കളയാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ക്യാമറ പേടിയാണ്, ഇവിടുത്തെ ആൾക്കാരെ പേടിയാണ്, സൗണ്ട് വരെ പേടിയാണെന്നുള്ള രീതിയിൽ ആള് അറഞ്ചും പുറഞ്ചും അടി തെറ്റി. അത് ഒരിക്കലും ഒരു ഡ്രാമയല്ല. കാരണം ആസ് എ എക്സ് കണ്ടസ്റ്റൻറ്റ് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഉള്ളിലെ ട്രോമ അറിയാൻ പറ്റും. നിങ്ങൾ ആരും ചിന്തിക്കുന്ന പോലെയല്ല. നിങ്ങളൊരു ലൈവ് കാണുമ്പോഴോ പുറത്ത് ആ ഒരു എപ്പിസോഡ് കാണുമ്പോഴോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വിത്ത് ഓൾ ഫെസിലിറ്റീസ് വെച്ചിട്ടാണ് ഈ സാധനം കാണുന്നത്. നിങ്ങളെ വന്നിട്ട് അനാവശ്യമായിട്ട് ചൊറിയാനോ ഫുഡില്ലെന്ന് പറയാനോ ഫുഡ് ഉണ്ടെങ്കിൽ തന്നെ കുറവാണെന്നോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് കഴിക്കേണ്ട വരുമോ, ഫോണില്ല, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കാണാൻ പറ്റുന്നില്ല, മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എവിടെ നോക്കിയാലും ചിലപ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് ഒരസിയ ആളായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ആ ആളായിട്ട് തന്നെ ചിലപ്പോൾ കളിക്കേണ്ട വരിക. അങ്ങനെ മെൻ്റലി പല രീതിയിലും മുറുക്കുന്ന ഒരു ഗെയിമാണ് ഇത്. അത് നിങ്ങൾ ദൈവത്തെ ഓർത്തൊന്ന് മനസ്സിലാക്കുക. ഞാൻ പേഴ്സണലി എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരാളെയും ഞാൻ അതിനകത്തേക്ക് സജസ്റ്റ് ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഈവൻ മെൻ്റൽ ഹെൽത്ത് ഓരോരുത്തരുടെ ഡിഫറെൻ്റ് ആണ്. എത്ര മെൻ്റൽ ഹെൽത്ത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും 7 ഡേയ്സ് കഴിയുമ്പോൾ 21 ഡേയ്സ് കഴിയുമ്പോൾ ഈ സാധനം അടി തെറ്റുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഇതിൽ പലരും പറയുന്നുണ്ട് ജാസ്മിൻ കാണിച്ചപ്പോൾ മെൻ്റലി ബ്രേക്ക് ഡൗൺ ആയപ്പോൾ ഡ്രാമ, സിബിൻ കാണിച്ചപ്പോൾ അത് സീരിയസ് എന്നുള്ള. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പം ആശാൻ ഇപ്പോൾ പുറത്ത് പോയേക്കാണ്. തിരിച്ച് വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. സീക്രട്ട് റൂമിൽ ഇടുന്നതിലൊന്നും അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് പുള്ളി വൈൽഡ് കാർഡാണ്. അപ്പോൾ വൈൽഡ് കാർഡായിട്ട് പുറത്ത് നിന്ന് കളി കണ്ട് അകത്ത് കയറി പിന്നെ സീക്രട്ട് റൂമിലിട്ട് പിന്നെ തിരിച്ച് കയറുന്നതിലൊന്നും ഒരു വൈബില്ല. അതിലും ഭേദം കയറാണ്ടിരിക്കുന്നതാണ്. ബട്ട് നോക്കാം, നല്ലൊരു പ്ലെയർ ആണ്. സിബിന് ഒരു പക്ഷേ ക്വിറ്റ് ചെയ്ത് പുറത്തിറങ്ങിയതിന് ശേഷമുള്ള സപ്പോർട്ട് കാണുമ്പോഴായിരിക്കും സിബിന് തോന്നുന്നുണ്ടാവുക അയ്യോ മണ്ടത്തരായിരുന്നു, ഇറങ്ങണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടാവുക. എനിവേ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നല്ല കണ്ടസ്റ്റൻസ് ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി സിബിനും സിജോയും കൂടി തിരിച്ചു വരികയാണെങ്കിൽ കുറച്ചുകൂടി കളർഫുൾ ആവും. അല്ല പൂവാണെന്നുണ്ടെങ്കിൽ സിബിൻ്റെ ലൈഫ്, സിബിൻ്റെ ഡിസിഷൻ, വി കാൺ ഡു എനിത്തിങ്. എനിവേ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു.